ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പൂമലയ്ക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ട് കഴിഞ്ഞ് നേരെ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് നേരെ ഉച്ച പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 12-13 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. പൂമല ഡാമുണ്ട്, അതുമാതിരി തന്നെ ചെപ്പാറ, പിന്നെ അവിടുത്തെ വട്ടായി വെള്ളച്ചാട്ടം. ഇത് മൂന്നാണ് നമ്മളിത് ഇന്നത്തെ പ്ലാനിങ് നമ്മളുടെ. അങ്ങനെ നമ്മൾ ഡാമിലേക്ക് പോണ വഴിക്ക് കയറിയിട്ടുണ്ട്. ഈ പൂമല ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഡാമാണ്, അത്രയ്ക്ക് വലിയ ഭീകര ഡാമൊന്നുമല്ല. ഇത് നിർമ്മാണം ചെയ്തിട്ടുള്ളത് 1968 പൂമല ഡാം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ചെറുകിട ജലസേചന വകുപ്പില്ലേ, അവരാണ് ഈ അണക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് ശർക്കര, ചുണ്ണാമ്പ്, പിന്നെ അരി, ഈ കളിമണ്ണ്, അങ്ങനത്തെ പിന്നെ കരിങ്കല്ല്, ഇങ്ങനത്തെ വെച്ചിട്ടൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ടാണ് ഒരു സംഭവം ചെയ്തിട്ടുള്ളതെന്ന് പറയണേ. പിന്നെ എന്തോ രഹസ്യ കൂട്ടുകൾ ഇതിനുണ്ട്, അതൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡാമിൽ എത്തിച്ചേർന്നുണ്ട്. പിന്നെ ഡാമിൻ്റെ ഭംഗിക്കൊന്ന് ആസ്വദിച്ചു. ഇതിൻ്റെ അടിയിൽ കണ്ടാവും, ഈ ഡാമിൻ്റെ നേരെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ സംഭവം കാണാം. അത് നല്ല ഭയങ്കര ഭയങ്കര ഭംഗിയത് കാണാനായിട്ടത്. അതുപോലെ ഈ ഡാം 2010 ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലതുപോലെ അതിനുശേഷം ചെറിയ ബോട്ടിങ്, അതുമാതിരി ഒരു ചെറിയ പാർക്ക് വന്നു. പിന്നെ ഇതിൻ്റെ നടപ്പ് അത് കണ്ടില്ലേ, നേരത്തിൽ കണ്ടിട്ടായിരിക്കും, ഒരു 600 മീറ്ററോളം ദൂരം ഉണ്ടെന്നാണ് പറയണത്. ഞാൻ പിന്നെ ഇതിൻ്റെ ഈ ചെറിയ അടിയിലത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്ലോ ഷട്ടറിലൊരു പരീക്ഷണം നടത്തി വയ്ക്കുകയും അതിനുശേഷം കാരണം ആ ഏരിയ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു പ്ലേസ് കാണാനായിട്ട്. പിന്നെ നമുക്ക് അടുത്ത ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോവാം, നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകണ്ടേ. അപ്പോൾ സമയം നമുക്ക് കുറവായിരുന്നു. ഞങ്ങൾ ഇതിലേക്കായിട്ട് വന്നതല്ല, വേറൊരു ആവശ്യത്തിനായിട്ട് വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പം നമ്മുടെ കൂടുതൽ കിടിമോൻ സ്റ്റെപ്പൊക്കെ ചാടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾ പിന്നെ വെള്ളത്തിലേക്കൊക്കെ നോക്കി ഇവിടെ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടുമെന്ന് നോക്കിയാണ് ആളുടെ ലക്ഷ്യം. അപ്പോൾ അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക് ഈ കാണുന്നതാണ് കേട്ടോ. ഈ പാർക്കിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് ചെപ്പാറ പിടിക്കേണ്ടത്. ഇവിടെ നിന്നൊരു 4.5 കിലോമീറ്റർ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് ദൂരമുള്ളൂ ഈ ചെപ്പാറയ്ക്കുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചെപ്പാറയ്ക്കുള്ള യാത്ര തുടർന്നു. പോണ സൈഡിലൊക്കെ ഈ പള്ളിയൊക്കെ ആയിട്ട് നല്ലൊരു നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് അവിടെ, കാണാനൊക്കെ ഭംഗിയുള്ള ഏരിയയാണ് അതൊക്കെ. അങ്ങനെ ചെപ്പാറയുടെ അടിയിലെത്തി. ഈ ചെപ്പാറ ഞാൻ മുമ്പ് ചെപ്പാറയ്ക്ക് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഈ ചെപ്പാറ എന്ന് വെച്ചാൽ പണ്ട് മുനിമാരുടെയൊക്കെ സമാധി ഉണ്ടെന്ന് പറയണത്, മുനിയറകൾ മുകളിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കണ്ടു. പിന്നെ ഞാൻ നട്ടപ്പാറ വെയിലത്തങ്ങോട്ട് വന്നത് നല്ല ഉച്ച സമയത്തായിരുന്നു. അപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് മുകളിലേക്ക് കയറി. ഇതിൻ്റെ ശരിക്കും ചെപ്പാറയുടെ വ്യൂ വരുന്നത് ശരിക്കും രാവിലെയും അതുമാതിരി വൈകുന്നേരമാണ്, നല്ല ഭംഗിയുണ്ടായിരിക്കുക. ഞാൻ പിന്നെ പാറമ കയറി കുറച്ച് നടന്നു. നമ്മുടെ ചെക്കൻ കുറച്ചൊന്ന് വീഡിയോ സ്റ്റില്ലൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ അടിയിൽ വന്നപ്പോൾ ചെക്കൻ സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ അവരൊന്ന് ശല്യം ചെയ്ത് നോക്കി ഞങ്ങൾ. അപ്പോൾ അവൻ്റെ ഉറക്കം കളഞ്ഞതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ട് ഉണ്ടല്ലോ, വട്ടായി വെള്ളച്ചാട്ടം, അവിടേക്ക് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ 3 ലൊക്കേഷനും ഒറ്റ റൂട്ടായ കാരണം കൊണ്ട് നമുക്കധികം സമയം വേണ്ടി വരില്ല കേട്ടോ നമുക്ക് ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട്. പിന്നെ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതൊരു മലയുടെ മുകളിലാണ് ഈ ഒരു പ്ലേസ് നിൽക്കണമെന്ന് തോന്നുന്നു, ഈ വട്ടായിലെ പ്ലേസ് നിൽക്കുന്നത്. അതുമാതിരി ഈ വട്ടായി വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് പൂമലയല്ല, നമ്മളുടെ ചെപ്പാറയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് 2 തട്ടായിട്ടാണ് ഈ വെള്ളച്ചാട്ടം നിൽക്കണത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടിലേക്ക് പോയി. ഇവിടേക്ക് കുറേ പേര് ഇന്ന് കുളിക്കണം കാണാം. പിന്നെ ഇപ്പോൾ ഈ വെള്ളം വീഴുന്നില്ലേ, ഇതിൻ്റെ അടിയിലും നമുക്ക് ഇതേപോലെ തന്നെ വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ വലിയ വെള്ളച്ചാട്ടം ഒന്നുമല്ല, നമുക്ക് കുട്ടികൾക്കായാലും അങ്ങനെ എന്താ പറയുക, ഇത്തിരി വലിയ പേടിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് കുളിക്കാനൊക്കെ പറ്റും അവിടെ. ഞങ്ങളിൽ പിന്നെ തോർത്തും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല, ഒന്ന് മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഫ്രഷായി വന്നു അവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നമുക്ക് പതുക്കെ ട്രക്ക് ചെയ്യാൻ പറ്റും, നടന്നു പോകാൻ പറ്റും. കുറച്ച് ദൂരം ഈ പോണ വഴിയാണ്ട ഈ വെള്ളം പോണ ദൂരം ആ കാടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിപ്പോകാൻ പറ്റും. അതൊരു നല്ലൊരു അനുഭവമാണ് കേട്ടത്. ഇപ്പം ഞങ്ങൾ പതുക്കെ പോയി തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഒരു കോറി, അത് കരിങ്കൽ കോറി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കാണാൻ ഞാൻ നടക്കണേ. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സംഭവം. കുറച്ചുള്ള 5 അധികം ദൂരം നടക്കാല്ല കേട്ടോ, കുറച്ച് പോകാനേ ഉള്ളൂ, ഒരു 10-15 മിനിറ്റ് നടക്കണം, അത്രേ ഉള്ളൂ. 15 മിനിറ്റ് ഇല്ല എന്ന് തോന്നുന്നു, കുറച്ച് ദൂരമുള്ളൂ. ഇത് നല്ല ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അടിപൊളി പ്ലേസാണ് കേട്ടോ. അതുമാതിരി ക്രിയേറ്റീവായിട്ടൊക്കെ എന്തെങ്കിലും വീഡിയോസ് സ്റ്റില്ലൊക്കെ രസമായിരിക്കും. ഇത് നല്ല ലൊക്കേഷനാണ്, കാരണം അധികം പേടിക്കേണ്ട സംഭവമില്ല. ആ കോറിയിലേക്ക് പോകുന്നിടത്തൊന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, അത് കോറിയിലേക്ക് എന്താ പറയുക ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അവിടെ കാരണം കാണും, ബോർഡ് കണ്ട അവിടെ. അപ്പോൾ എന്തെങ്കിലും കാരണം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ എഴുതി വയ്ക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് പാലിക്കുക, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇറങ്ങാണ്ട് അവിടെ നിയമം എന്താ വെച്ചാൽ ആ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അങ്ങനെ വട്ടായി വെള്ളച്ചാട്ടവും നമ്മളുടെ അവിടുത്തെ വ്യൂ പോയിൻ്റ്, അതായത് കോറിലത്തെ വ്യൂ പോയിൻ്റ് കണ്ടുകൊണ്ടിരിക്കണേ, നല്ല ഭംഗിയ സംഭവം കാണാൻ. അപ്പോൾ ഞങ്ങൾക്ക് സമയം കുറവായിരുന്നു, കാരണം ഞങ്ങൾ വന്ന സമയം കുറച്ച് ഒരു
ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് ഇതിലേക്ക് വേണ്ടി വന്നതല്ല. ഈ മരം കണ്ട തുമ്പത്ത് നിൽക്കണം, എപ്പോൾ വെള്ളം പിടിഞ്ഞ് പൊടിഞ്ഞ് വീഴുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.